ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ നിസ്സാരമായി കാണുന്നതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് 3 തവണ കൂടിക്കാഴ്ച നടത്തി. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് 3 തവണ. ആദ്യത്തെ തവണ വെങ്ങലയിൽ, രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. 1. 2, ഞാൻ ആകെ ആ സ്ത്രീയെ ഒരു 5 മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ആ സ്റ്റേജിലാണ്. ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനും ഞാൻ പോയിട്ട് എന്നെ പോലുള്ള ഒരാൾ പോയിട്ട് ആ സ്ത്രീയോട് സംസാരിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് എന്ത് കാര്യത്തിന്? ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അവിടെ അവസാന ഘട്ടം പിറ്റേന്ന് BJP ഞാൻ BJP ചേരാൻ അല്ല, ഞാൻ BJP ചേരാൻ ഈ കേരളത്തിൽ എൻ്റെ പൊസിഷൻ നോക്ക്. ആരെങ്കിലും പോയിട്ട് ആ BJP ചേരൂ? ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ? ഇവരെപ്പോലെ അല്പബുദ്ധികൾ ചിന്തിക്കുക എന്നല്ലാതെ നിങ്ങൾ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകരല്ലേ? ഞാൻ പോയിട്ട് BJP ചേരുമോ കേരളത്തിൽ? അയ്യയ്യ, വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുകൂടെ? ഞാൻ പറയാൻ നിൽക്കണോ? ഈ ശോഭാ സുരേന്ദ്രൻ BJP വിട്ട് CPM-ലേക്ക് വരുമെന്നിടയ്ക്ക് വാർത്തകളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കേട്ടിരുന്നു, അത് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ആ സ്ത്രീയെ എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല. ഇത് പണ്ടേ തന്നെ അവരുടെ പ്രസംഗമൊക്കെ വളരെ ഓക്കൂടാണെന്നുള്ളത്. ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് പരോക്ഷമായി ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്തോ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ മാധ്യമപ്രവർത്തകരില്ലേ, നിങ്ങൾ ആ സ്ത്രീ പറയുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നിഷ്പക്ഷമായി പോയി അന്വേഷിച്ചിട്ട് വരും. ഒരു വർഷം മുമ്പ് നമ്മുടെ കൂടിക്കാഴ്ചയാണ് ജാവദേക്കറുമായിട്ടുള്ളത്. പക്ഷെ അന്ന് പാർട്ടി അറിയിച്ച ഞാൻ എന്നെ വന്ന് കാണുന്ന ആളുകൾ മുഴുവൻ ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം എന്താ ഉള്ളത്? വല്ല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരാൾ എന്നെ വന്ന് കാണുന്നു. ഞാനിപ്പോൾ നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ടു, ഞാൻ പോയി പാർട്ടിയോട് പറയണം? ആരെല്ലാം നമ്മുടെ പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ പലരും വരും കാണും. അങ്ങനെ കണ്ട് പരിചയപ്പെടുന്നതൊക്കെ പോയി പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? അത് പാർട്ടിയെക്കുറിച്ചോ ഈ പൊതുകാര്യത്തെക്കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണത്. ഘടകകക്ഷികളുടെ അതൃപ്തി എങ്ങനെയാണ് കാണുന്നത്? ഞാൻ എൻ്റെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു അതൃപ്തിയും ആരും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അല്ലത്, ഞങ്ങൾ ഈ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ്. ഞങ്ങൾ ചർച്ച ചെയ്യും, നിലപാട് സ്വീകരിക്കും. ഇത് എനിക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ നടപടി ചർച്ച എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നെ കാണാൻ ഒരു മുൻ മന്ത്രിയായിട്ടുള്ള ഒരാൾ വരുന്നു, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, പരിചയപ്പെടാനാണെന്ന് പറയുന്നു, പരിചയപ്പെടുന്നു, പിരിയുന്നു. പിന്നെ ഞാനെന്ത് പറയാനാ? അതിനെന്താ? നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു പുകമുറയല്ലേ? സാധാരണമായി മുഖ്യമന്ത്രി തന്നെ ഒരു പരസ്യ ശാസനയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? അതിനെ സംബന്ധിച്ചിട്ടല്ല. നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ദല്ലാൾ എന്തിനാണ് ഇദ്ദേഹത്തെയും കൂട്ടി എൻ്റെ അടുത്ത് വന്നത്? ദല്ലാളും അദ്ദേഹവും കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJP നേതാവുമായിട്ടുള്ള ബന്ധമല്ലേ അന്വേഷിക്കേണ്ടത്? അവരാണല്ലോ കൂട്ടിയിട്ട് വരുന്നത്. അതെനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതല്ല. അല്ല, എനിക്കതറിയില്ല. എല്ലാളുമായി ഒരു അമിത സൗഹൃദം വന്നത് ഇപ്പോൾ ഖേദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അമിത ബന്ധങ്ങളേ ഇല്ല. ഞാനിങ്ങനെ പലരും ഈ ട്രെയിനിൽ കാണും, പോകും, ബന്ധപ്പെടും, പറയും, സംസാരിക്കുന്നത് കവിഞ്ഞ് വേറെ ഒരു അമിത ബന്ധങ്ങളോ അത്തരത്തിലുള്ള യാതൊരു കാരണം ഞാൻ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാരണം പലരുടെയും സൗഹൃദമുള്ള ഒരാളാണ്. അതുകൊണ്ട് ആരെങ്കിലും ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ജാഗ്രതയോടുകൂടി കാണും. BJP വലയമായിട്ട് എല്ലാ നേതാക്കളുടെയും പിന്നിൽ ഉണ്ടെന്ന് നേരത്തെ വാർത്തയുണ്ട്. ആ വലയമായിട്ട് എങ്ങനെ ധൈര്യം ഉണ്ടായോ? അതാണ് ഞാൻ സംശയിക്കുന്നത്. എങ്ങനെ ഉണ്ടായി? ഈ കേരളത്തിൽ ഈ BJP ദുർബലപ്പെടുകയാണ്. ദേശീയ അടിസ്ഥാനത്തിൽ BJP ദുർബലപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇത് വ്യക്തമാകും. വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. TG നന്ദകുമാർ ഫ്രോഡാണെന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുത്തിരുന്നല്ലോ, അത് തിരിച്ചറിയാൻ വൈകിപ്പോയി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പലരുമായിട്ടും എനിക്ക് ബന്ധവും പരിചയമുണ്ട്. നല്ലവരായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിലരുമായിട്ടും അവർ വന്ന് പരിചയപ്പെടും. ഞാൻ പിന്നെ അവരെ നിങ്ങൾ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാറില്ല ഒരാളെയും. ഓരോരുത്തർ വരുമ്പോഴും അവരുടെ കാര്യം അവരുടെ സംസാരത്തിൽ അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകും. ഞാൻ പറഞ്ഞ അവർക്ക് എന്തോ ഒരു അസൗകര്യമുണ്ട്,
അല്ല, ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ അതാ പറയുന്നത്, ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ 2 കൊല്ലമായി ഡൽഹി പോയിട്ട് ആകെ ഒരു പ്രാവശ്യമാണ് പോയത്. അത് ഞാൻ നേരത്തെ നിങ്ങളുടെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ പത്രക്കാരെ, അത് രണ്ടാമത്തത്, നിങ്ങൾ പത്രക്കാരെ ആ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് പറയൂ. ഇല്ലെങ്കിൽ പരസ്യമായ ആ സ്ത്രീയെ ശാസിക്കൂ. അതിന് നിങ്ങൾ തൻ്റെ ഇടം കാണിക്കുക. നിങ്ങളിങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ വിളിച്ച് വായിക്ക് തോന്നി വിളിച്ചു പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ചാനലിലൊക്കെ വരുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ എന്തും പറയാനുള്ള ഒരു അവസ്ഥ വരുന്നത്. അത് ഞാൻ നിയമപരമായിട്ട് ആലോചിക്കും, തീർച്ചയായും. ഇന്ന് ഒരുപാട് മാസത്തിന് ശേഷം ഫ്ലൈറ്റിൽ കയറാണല്ലോ. അല്ല, ഞാൻ പിന്നെ ഫ്ലൈറ്റിൽ കയറലുണ്ട്. ഇത് എയർ ഇന്ത്യയാണ്. ഞാൻ ഇൻഡിഗോയിൽ കയറാറില്ല. പിന്നെ ഞാൻ കയറിയിട്ടുമില്ല. അവരുടെ തെറ്റ് തിരുത്തി അവർക്ക് പറ്റിയ പെശക് അവർ അഡ്മിറ്റ് ചെയ്താൽ കയറും.